സാംസങ് ഗാലക്സി S25 അൾട്ര ഇവരാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. പക്ഷേ ഇവനേക്കാളും വലിയ ചർച്ചാ വിഷയം ഇവരാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിവേ, ഡിവൈസ് ഉപയോഗിക്കാൻ തുടങ്ങി കൃത്യം 24 മണിക്കൂറിന് ശേഷം പുതുമ നഷ്ടപ്പെടാതെ തന്നെ എന്താണ് ഇതിൽ പുത്തനായിട്ട് വന്നിരിക്കുന്നത് എന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതായത് എന്തിന് ഞാൻ S25 അൾട്ര പോയി വാങ്ങിക്കണം എന്നുള്ള ചോദ്യത്തിന് മറുപടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. ഞാൻ ഒരു ഹാർഡ് കോർ S24 അൾട്ര യൂസർ ആയിരുന്നില്ല, S23 അൾട്ര യൂസർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫോൺ കയ്യിലെടുത്ത ആ ഒരു മൊമെന്റിൽ ഞാൻ നോട്ട് ചെയ്ത കാര്യമാണ്, ഒന്ന് ഇതിന്റെ ബോക്സി ഡിസൈനും, രണ്ടാമത്തേത് ഷാർപ്പ് അല്ലാത്ത ഈ ഒരു കർവ്ഡ് ആയിട്ടുള്ള കോർണേഴ്സും. നിങ്ങൾ സ്ഥിരമായിട്ട് കൂർത്ത കോർണർ ഉള്ള ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഫോൺ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും അതിന്റെ ഒരു റിലീഫ് മനസ്സിലാവും. കാരണം ഇത്രയും ഒരു ഇമ്പാക്ട് എർഗണോമിക്കലി ഒരു ഫോണിന്റെ കോർണേഴ്സ് ഇതേപോലെ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ കിട്ടും എന്ന് ആക്ച്വലി ഇത് കൈ പിടിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ബിക്കോസ് ഈവൻ ഐ വാസ് വെരി ജഡ്ജ്മെന്റൽ ആ ഒരു ഇവന്റ് കണ്ടപ്പോൾ. കോർണർ റൗണ്ട് ആക്കുന്നതുകൊണ്ട് നമുക്ക് എന്താ എത്ര വലിയ ഉപകാരം, ബട്ട് ആക്ച്വലി ഇൻ റിയാലിറ്റി ഇറ്റ് ഡസ് മേക്ക് സെൻസ്. മൊത്തത്തിലുള്ള ആ ഒരു ഇൻഹാൻഡ് ഫീലിനെ തന്നെ ഇത് മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, S23 അൾട്രയിൽ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരുന്നു. അത് S24 അൾട്ര ആയപ്പോൾ ടോട്ടലി ഫ്ലാറ്റ് ആക്കി. S25 അൾട്രയിലേക്ക് വന്നപ്പോൾ അതിനെ അങ്ങ് റിഫൈൻ ചെയ്തെടുത്തു. ഇതിലുള്ള ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് S24 അൾട്രേക്കാളും ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ബട്ട് എന്റെ കയ്യിൽ S24 അൾട്ര ഇപ്പം ഇല്ല. പക്ഷേ ഞാൻ S23 അൾട്രയുടെ സ്ക്രീനിന്റെ സൈഡ് ബൈ സൈഡ് ഇത് വെക്കുമ്പോഴാണ് ശരിക്കും ഇത്ര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. സത്യം പറഞ്ഞാൽ റിയലി ഇതൊരു ഗെയിം ചേഞ്ചർ ആണ്. ഈവൻ ഇത് ആദ്യമായിട്ട് S24 അൾട്രയിൽ കൊണ്ടുവന്നപ്പോൾ പോലും സ്റ്റേജിൽ ഇത് അനൗൺസ് ചെയ്തില്ല. പിന്നീട് ആൾക്കാർ ഇത് കണ്ടറിഞ്ഞ് അനുഭവപ്പെട്ട് അവരേറ്റെടുത്താണ് ഇതൊരു വലിയ ഒരു വിജയിക്കുന്ന ഒരു ഫീച്ചറായിട്ട് മാറിയത്. ആൻഡ് ഇത്തവണയും സബ്റ്റിലായിട്ട് അതിന് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടിയില്ല. ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്രെയിം പ്യുവർ ടൈറ്റാനിയം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓൾ അറൗണ്ട് ദ ഡിവൈസ് നിങ്ങൾക്ക് ആന്റണ കട്ടൗട്ട്സ് കാണാനായിട്ട് പറ്റും. താഴെയായിട്ട് നിങ്ങൾക്ക് ആ ഒരു എസ്പെൻ ആ ഒരു കർവിന്റെ അവിടെ ക്യൂട്ടായിട്ടൊന്ന് പീപ്പ് ചെയ്ത് നിൽക്കുന്ന പോലെ ഒരു ഫീൽ വരുന്നുണ്ട്. വെൽ, ഐ നോ എസ്പെനിലുള്ള നിങ്ങളുടെ എല്ലാ കൺഫ്യൂഷനും ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അതിലേക്ക് വരാം. അതിന് മുന്നേ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു ഫീൽ വന്നിട്ടുണ്ടാവും, അതൊരു സാധനം കാണുമ്പോൾ ഓക്കെ ഇതിന് ഇത്രയും വെയിറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞ ആ ഒരു ഫോഴ്സിൽ നിങ്ങൾ കയ്യിലെടുക്കുമ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ അത്രയും വെയിറ്റ് ഉണ്ടായില്ല അല്ലേ എന്നൊരു റിയലൈസേഷൻ ഇല്ല. വെൽ, സെയിം റിയലൈസേഷൻ ആണ് എനിക്ക് ഈ ഫോൺ കയ്യിലെടുത്തപ്പോഴും വന്നത്. 218 ഗ്രാം മാത്രമേ ഉള്ളൂ. ബട്ട് ഫോർ ദിസ് സൈസ് ഞാൻ ഇതിലും കൂടുതൽ വെയിറ്റ് ആണ് പ്രതീക്ഷിച്ചത്. ഇനി കർവ്സ് ആർ ഡിസീവിംഗ് എന്ന് പറയുന്ന ചൊല്ലുണ്ട്. സൈഡ് ബൈ സൈഡ് നിങ്ങൾ S24 അൾട്ര അല്ല, ഇപ്പൊ S23 അൾട്ര ഇതിന്റെ സൈഡിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് തോന്നും സ്ലിം ആണെന്ന് പറഞ്ഞിട്ട് ഇതിനാണല്ലോ കുറച്ചുകൂടെ തടി, S23 അല്ലെങ്കിൽ 24 അൾട്ര ആണല്ലോ ചെറുതെന്ന് സൈഡിൽ നിന്ന് തോന്നിക്കുമെങ്കിലും നിങ്ങൾ ഒന്ന് മുകളിൽ നിന്ന് നോക്കുമ്പോഴാണ് അതിന്റെ റിയാലിറ്റി മനസ്സിലാവുന്നത്. ഭയങ്കര സ്ലിമ്മാണ്. 8.2 മില്ലിമീറ്റർ മാത്രമേ ഇതിൻ്റെ തിക്നെസ് ഉള്ളൂ. ബട്ട് കർവ്ഡ് അല്ലാത്ത സൈഡ്സ് ആയതുകൊണ്ട് നോട്ടത്തിൽ നിങ്ങൾക്ക് വലുതായിട്ട് തോന്നുമെങ്കിലും ആക്ച്വലി ചെറുതാണ്. കൈൻഡ് ഓഫ് ലൈക്ക് ആൻ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ. ആസ് യൂഷ്വൽ പ്രീമിയം ഫോൺ, ഫ്ലാഗ്ഷിപ്പ് ഫോൺ, അതിനൊത്ത ബിൽഡ് ക്വാളിറ്റി ഇതിലുണ്ട്. ആൻഡ് ഇത്തവണ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാ സൈഡ്സിനും ഈക്വൽ ആയിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്ലി ഡിസ്പ്ലേ കുറച്ചുകൂടി ഡ്യൂറബിൾ ആക്കിയിട്ടുണ്ട്. കോണിംഗ് ഗൊറില്ല ഗ്ലാസ് അല്ല, കോണിംഗ് ഗൊറില്ല ആർമർ 2 എന്ന് പറഞ്ഞ ഒരു സെറാമിക് ഉള്ള ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. വെൽ, ഐ ഡോണ്ട് നോ എത്ര പേര് ഫോണിൽ സ്ക്രീൻ ഗാർഡ് അല്ലെങ്കിൽ ടെമ്പേർഡ് ഗ്ലാസ് ഇട്ട് യൂസ് ചെയ്യുന്നവരുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ബട്ട് ഐ വുഡ് സേ ഒരു ഫോണിൻ്റെ ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് നമുക്ക് അനുഭവിക്കണമെങ്കിൽ ടെമ്പേർഡ് ഗ്ലാസ് ഒന്നും ഇടാതെ യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിനോ പൊട്ടലും സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരുമെന്നുള്ള പേടിയുണ്ടെങ്കിലും ഡ്യൂറബിൾ ആക്കിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഐ തിങ്ക് ആ ഒരു വറി കുറച്ചങ്ങോട്ട് കുറഞ്ഞു കിട്ടി. ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് വരുമ്പോൾ ക്യാമറ മൊഡ്യൂളിന്റെ അറേഞ്ച്മെന്റിൽ പ്ലേസ്മെന്റിൽ വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ ഒരു ഫോൾഡ് സീരീസ് നോക്കുവാണെങ്കിൽ ഫോൾഡിന്റെ ഒക്കെ പോലത്തെ ഒരു ക്യാമറ റിംഗ് സ്റ്റൈലാണ് ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ നോക്കിയാൽ കാണാത്ത ഒരു കാര്യം കൂടിയുണ്ട്. സൂക്ഷിച്ച് നിങ്ങൾ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ ഈ ക്യാമറ റിങ്ങുകളെല്ലാം ലേശം ഒന്ന് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന പോലെ, ബാക്കിൽ നിന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന പോലെ ഒരു ഫീല് കൊണ്ടുവരുന്നുണ്ട്. അതിനോ പലർക്കും ക്യാമറ മൊഡ്യൂളും ഈ ഒരു ഡിസൈനും റിങ്ങും ഒക്കെ മാറ്റിയ സമയത്ത് അവർക്ക് സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ട്. ചിലർക്ക് പഴയ ഡിസൈൻ ഇഷ്ടമായി, ചിലർക്ക് പുതിയ ഡിസൈൻ ഇഷ്ടമായി. ഇത് ടൈറ്റാനിയം സിൽവർ ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ്. ഇത് സിൽവർ ആണോ ബ്ലൂ ആണോ എന്ന് നിങ്ങൾ നോക്കുന്ന ആംഗിളും അവിടുത്തെ ലൈറ്റും അനുസരിച്ചിരിക്കും. ചില സമയത്ത് ഒരു ചെറിയ ബ്ലൂവിൻ്റെ ടിന്റ് ഉണ്ട്, ചില സമയത്ത് സിൽവർ ആയിട്ട് തോന്നുന്നുണ്ട്, ചില സമയങ്ങളിൽ ഗ്രേ ആയിട്ട് തോന്നുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് എ മിക്സ് ഓഫ് സിൽവർ, ബ്ലൂ ആൻഡ് ഗ്രേ ടൈറ്റാനിയം കളർ. നേരിട്ടത് പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുക. 5000 mAh ബാറ്ററി. ഐ നോ ഇറ്റ്സ് 2025. നിങ്ങൾ എന്താണ് ഫീൽ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് കൺസിഡറിംഗ് ഫ്ലാഗ്ഷിപ്പ് മോഡൽസ് പറയുന്നത് പോലെ ന്യൂ ചിപ്സെറ്റ് ആണ്, പുതിയ കൂളിംഗ് ടെക്നോളജി, എഫിഷ്യന്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ, ലോ പവർ കൺസ്യൂം ചെയ്യുന്ന കോമ്പോണൻസ്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സെയിം ബാറ്ററി കപ്പാസിറ്റി ആണെങ്കിലും നേരത്തെക്കാളും കുറച്ച് കൂടുതൽ ബാറ്ററി ബാക്കപ്പ് തരും. ആൻഡ് സെയിം 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ്, 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ്, 4.5 വാട്ടിന്റെ റിവേഴ്സ് വയർലെസ് ചാർജിംഗ്. ജനറലി ഈ അടുത്ത് വന്ന പല സ്മാർട്ട് ഫോൺ ലോഞ്ചുകളും കണ്ടപ്പോൾ ആൾക്കാർ ഒരു സിലിക്കൺ കാർബൺ ബാറ്ററി, അതായത് ഇപ്പോൾ ചെറിയ സൈസിൽ ഇപ്പോൾ വലിയ കപ്പാസിറ്റി ഉള്ള ബാറ്ററീസ് ഒക്കെ വരുന്നുണ്ടല്ലോ. ആൻഡ് ഡെഫിനറ്റ്ലി ആൾക്കാർ ഈ ഒരു സ്മാർട്ട് ഫോണിനും ആ ഒരു അപ്ഗ്രേഡ് കൊണ്ടുവരുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, സാംസങ്ങിന്റെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ് സീരീസ്. അതിൽ
ഏറ്റവും ടോപ്പ് ടയറിലുള്ളവരുടെ ഫോണാണ് ഈ ഒരു S25 Ultra. ഈ ഇറങ്ങിയേക്കുന്ന സിലിക്കൺ കാർബൺ ബാറ്ററി എന്ന് പറഞ്ഞ ടെക്നോളജി ഇപ്പോഴത്തേക്ക് ആഹാ ഓഹോ ഒക്കെ ആണെങ്കിലും ലോങ് റണ്ണിൽ എന്താണ് അതിന്റെ അവസ്ഥ എന്നുള്ളത് നമ്മൾക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല സാംസങ്ങോ അല്ലെങ്കിൽ ഏതൊരു ടോപ്പ് ടയർ ബ്രാൻഡും അവരുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് പ്രോഡക്റ്റിൽ ഒരു എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള കാര്യം ചെയ്തു നോക്കുമെന്ന്. ബട്ട് ഐ നോ കമ്മിങ് ഇയേഴ്സിൽ മേ ബി വി ക്യാൻ എക്സ്പെക്ട് ദാറ്റ്. എന്നാൽ റിയാലിറ്റിയിൽ എഫിഷ്യൻസി എത്രത്തോളം നല്ലതാണ് എന്നുള്ളത് 24 മണിക്കൂർ കൊണ്ട് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പറ്റില്ല എങ്കിലും ഡെഫിനറ്റ്ലി ഒരു ലോങ് ടേം റിവ്യൂ നമ്മൾ ചാനലിൽ ഇടുന്നുണ്ട്. അത് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എനിവേ ആസ് പെർ സാംസങ് ഇതിനകത്ത് 40% കൂടുതൽ നല്ല വേപ്പർ ചേമ്പർ കൂളിംഗ് ഉണ്ട്. ആൻഡ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ആൾക്കാർ ഒരു കൺസേൺ ആയിരുന്നു LTPO ഡിസ്പ്ലേ ആയിട്ട് എന്തുകൊണ്ട് ലോവസ്റ്റ് റിഫ്രഷ് റേറ്റ് 24 ഹെർട്സ് വരെ പോകുന്നുള്ളൂ എന്ന്. ബട്ട് ദിസ് ടൈം 120 ഹെർട്സിൽ നിന്നും 0 ഹെർട്സിലേക്ക് അവർ റിഫ്രഷ് റേറ്റ് കുറയുന്നുണ്ട്. ഡെഫിനറ്റ്ലി അവിടെ എന്തായാലും ബാറ്ററി ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. ഇനി കമ്മിങ് ടു S Pen. എന്താണ് S Penൽ സംഭവിച്ചിരിക്കുന്നത്? നോർമലി നമ്മൾ S Pen കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് നോട്ട്സ് എഴുതുക, ഒപ്പിടുക, ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിന് S Pen അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഒരു കർസർ ഹോവർ ചെയ്യുക, എയർ കമാൻഡ്സ്, ഈ വക പരിപാടികളൊന്നും ഇതിന്ന് മാറ്റിയിട്ടില്ല. ഇതൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണ്. ആകെ ഉണ്ടായ വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിന്റെ മുന്നത്തെ S24 അല്ലെങ്കിൽ S23 Ultraയിലൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് S Pen ഉപയോഗിച്ച് റിമോട്ട്ലി നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് ഫോട്ടോ എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾക്ക് ഇങ്ങനെ കുറച്ച് സൂത്രപ്പണികളൊക്കെ അത് ചെയ്യാൻ പറ്റുമായിരുന്നു. ആ ഒരു സംഭവം അവൈലബിൾ അല്ല എന്ന് മാത്രം. ആൻഡ് മീ പേഴ്സണലി അന്ന് സാംസങ് ഫോണിൽ ചെയ്യാൻ പറ്റുന്ന ട്രിക്കുകളുടെ എന്തോ വീഡിയോ ഉണ്ടാക്കിയ സമയത്ത് ഞാൻ ഈ ഒരു സാധനം, ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചുവെങ്കിലും ഐ ഡോണ്ട് തിങ്ക് ഞാൻ അതിന് ശേഷം ആ ഒരു ഫീച്ചർ ഉപയോഗിച്ചിട്ടില്ല. ആൻഡ് ഡെഫിനറ്റ്ലി മേ ബി മെജോറിറ്റി ഓഫ് ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കുന്നതുകൊണ്ടായിരിക്കാം ആ ഒരു ഫീച്ചർ എടുത്ത് കളഞ്ഞത്. ബട്ട് വേറെ ഫോണിലുള്ള S Pen ഇതിൽ വർക്ക് ചെയ്യുമെന്ന് വെച്ചാൽ യെസ് വർക്ക് ചെയ്യും. ഇതിന്റെ സെറ്റിംഗ്സിൽ അലോ അതർ S Pen എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ഈവൻ S24 അല്ലെങ്കിൽ S23 Ultraയിലുള്ള S Pen ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് അഗൈൻ അത് ചെയ്യുമ്പോൾ ബ്ലൂടൂത്ത് ഫീച്ചർ തിരിച്ചു വരുമെന്നോ അല്ലെങ്കിൽ ആ ഒരു പേന ഇതിനകത്ത് കുത്തി വയ്ക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കേണ്ട. സൈസും ഡിഫറൻസ് ഉണ്ട്. വെൽ 6.9 ഇഞ്ചിന്റെ ഒരു ക്വാഡ് HD പ്ലസ് ആയിട്ടുള്ള 120 ഹെർട്സിന്റെ ഡൈനാമിക് AMOLED 2x ഡിസ്പ്ലേ, 2600 നിറ്റ്സിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ആൻഡ് പ്രാക്ടിക്കലി റിയാലിറ്റിയിൽ ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഈവൻ ദോ ബ്രൈറ്റ്നസ് അവർ കഴിഞ്ഞ പോലത്തെ സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും ഈ ഒരു ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഉള്ള ഇംപ്രൂവ്മെന്റ് കാരണം കുറച്ചുകൂടി ഔട്ട്ഡോറിൽ ആ ഒരു കോൺട്രാസ്റ്റ് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഐ വുഡ് സേ ലാസ്റ്റ് ഇയറിന്റെ ഡിസ്പ്ലേ കുറച്ചുകൂടി ഒന്ന് പോളിഷ് ചെയ്തു. ഡിവൈസിൽ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്, ഫാസ്റ്റ് ആണ്, ലൗഡ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് ഈക്വലി ബാലൻസ്ഡ് ആയിട്ടുള്ള സൗണ്ട് തരുന്ന ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റീരിയോ സ്പീക്കേഴ്സ്. ഇൻട്രസ്റ്റിംഗ്ലി ഡിവൈസിൽ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് പ്ലേ ചെയ്യുന്ന സമയത്ത് 8K വീഡിയോ നിങ്ങൾ പ്ലേ ചെയ്യുമ്പോൾ ആക്ച്വലി 8K HDR ഓപ്ഷൻ നിങ്ങൾക്ക് എനേബിൾ ചെയ്തിട്ട് വീഡിയോസ് കാണാനായിട്ട് പറ്റും. ആൻഡ് ഐ തിങ്ക് മേ ബി ഇവർ ഇത്തവണ ഇതിനകത്ത് പ്രോ സ്കെയിലർ എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ട്. യെസ്, വിഷ്വൽസ് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന. അത് കാരണമായിരിക്കാം നമ്മൾക്ക് ഇത്തരത്തിൽ ഈ ഒരു 8K വീഡിയോസ് പോലും സ്മൂത്ത് ആയിട്ട് ക്ലാരിറ്റിയോട് കൂടി ഈ ഒരു ഡിസ്പ്ലേയിൽ കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് ഫോണിലുള്ള വൈബ്രേഷൻസ് അല്ലെങ്കിൽ ഹാപ്റ്റിക്കിൽ നല്ല റിഫൈൻമെന്റ് വന്നിട്ടുണ്ട്. ആൻഡ് ഞാൻ ആദ്യമായിട്ടാണ് One UI 7 യൂസ് ചെയ്യുന്നത്. അതിനോ പല ആൾക്കാരും One UI 7 ഫീച്ചേഴ്സ് എല്ലാം കാണിക്കാൻ വേണ്ടി ബീറ്റ വെർഷൻസ് അവരുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ലാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തത് One UI 6.1.1 ആണ്. അതിനുശേഷമുള്ള One UI ഞാൻ ബീറ്റ ഒന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. സോ ഡയറക്റ്റ്ലി ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആദ്യം തോന്നിയ കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ആനിമേഷൻസ് നല്ലപോലെ ഇംപ്രൂവ് ആക്കിയിട്ടുണ്ട്, ഒരു സ്മൂത്ത് ആൻഡ് ഫ്ലൂയിഡ് ആക്കിയിട്ടുണ്ട്. ഈവൻ പല സ്ഥലങ്ങളിലുള്ള ആ ഒരു ബ്ലറും OS കുറച്ചുകൂടെ അങ്ങോട്ട് കളർഫുൾ ആയിട്ടുള്ള ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫീൽ. വെൽ, ഒരു കാര്യം കൂടി ഉണ്ട്, സ്നാപ്ഡ്രാഗൺ 8 Elite 4 Galaxy എന്ന് പറഞ്ഞൊരു ചിപ്സെറ്റാണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ കിട്ടുന്ന വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ചിപ്സെറ്റ്സ്, ഒപ്റ്റിമൈസ്ഡ് അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് ഫോർ സാംസങ്. ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഏകദേശം 2 ബില്യണിൽ കൂടുതൽ AnTuTu സ്കോർ വന്നു. ഞാൻ യൂട്യൂബിൽ പല വീഡിയോസിലും ഞാൻ ഏകദേശം 2.5 മില്യണിന് മുകളിൽ വരെ ആൾക്കാർക്ക് കിട്ടുന്നതായിട്ട് കണ്ടു. സോ ഡെഫിനറ്റ്ലി ഒരു നിസാര പ്രോസർ അല്ല, ഇറ്റ്സ് റിയലി പവർഫുൾ. ആൻഡ് അതിനെ ലെവറേജ് ചെയ്ത് One UI 7 കൂടി ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഓവറോൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു സ്നാപ്പിനെസ് അല്ലെങ്കിൽ ഒരു സ്മൂത്ത്നെസ് അല്ലെങ്കിൽ ആനിമേഷനുള്ള റിഫൈൻമെന്റ് ഒക്കെ തോന്നുന്നത്. സോ ഫൈനലി ആൻഡ്രോയിഡിലും നമ്മളൊരു സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ഒപ്റ്റിമൈസേഷനെ പറ്റി സംസാരിക്കാനുള്ള ഒരു ലെവലിലേക്കായിട്ട് മാറി. വെൽ, ദ ലോക്ക് സ്ക്രീനിന്റെ താഴെ കാണുന്ന ഈ പുതിയ സാധനമാണ് നമ്മുടെ നൗ ബാർ. ലൈവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഉദാഹരണത്തിന് ഇപ്പോൾ റെക്കോർഡിംഗ് ചെയ്യുവാണ്, മാപ്സ് നോക്കുവാണ്, ടൈമർ വെച്ചിട്ടുണ്ട്, പാട്ട് കേൾക്കുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഫ്ലിക്ക് ചെയ്യാൻ പറ്റുന്ന പിൽ ഷേപ്ഡ് ആയിട്ടുള്ള ലൈവ് ആക്ടിവിറ്റീസ് ആണ് കാണിക്കുന്നത്. ഈവൻ ചാർജിങ് ആനിമേഷൻ മാറിയിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ പാനലിൽ ലേഔട്ടിന്റെ രീതി മാറിയിട്ടുണ്ട്. ഈവൻ നൗ ബാറിൽ നിന്ന് നമുക്കൊരു നൗ ബ്രീഫ് കാണും. നൗ ബ്രീഫിനകത്ത് ബേസിക്കലി ഈ ഒരു സമയത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, ഇനി എന്തൊക്കെയാണ് വരാനായിട്ട് പോകുന്നത്, നിങ്ങൾക്ക് വല്ല മീറ്റിംഗ്സോ അപ്പോയിന്റ്മെന്റ്സോ ഷെഡ്യൂൾസ് എന്തെങ്കിലും ഉണ്ടോ, വെതർ എങ്ങനെയുണ്ട്. ആൻഡ് ഈ സാധനം ഉണ്ടല്ലോ, ഇത് ഇമീഡിയറ്റ്ലി എഫക്ട് ആവുന്ന ഒരു കാര്യമല്ല. ഇത് നിങ്ങൾ ഉപയോഗിക്കും തോറും ഇത് നിങ്ങളുടെ ആ ഒരു പാറ്റേൺസും കാര്യങ്ങളൊക്കെ പഠിച്ച് അതിനനുസരിച്ച് ഇങ്ങനെ ഓരോരുത്തരുടെ ഫോണിനും ഓരോ പോലെ ആയിരിക്കും കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത്. സോ എൻ്റെ ഫോണിൽ കാണുന്നതായിരിക്കില്ല നിങ്ങളിപ്പോൾ ഈ ഒരു ഫോൺ മേടിച്ചിട്ട് ഈ ഒരു നൗ ബ്രീഫിൽ നോക്കുമ്പോൾ കാണുന്നത്. ബട്ട് ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് തിങ്. രാവിലെ എണീക്കുമ്പോൾ ഗുഡ് മോർണിംഗ്, ഉച്ചയ്ക്ക് ഗുഡ് ആഫ്റ്റർനൂൺ, ഹാവ് എ ഗുഡ് ഡേ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഒരു പേഴ്സണൽ ടച്ച് കൊടുക്കാൻ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ അവർ ഗൂഗിളിന്റെ പുതിയ ജെമിനൈ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ ജെമിനൈയുടെ UI ഉണ്ട്. അതിനോ ഗൂഗിൾ ജെമിനൈ പല സ്മാർട്ട് ഫോണുകളിലും വന്നിട്ടുണ്ടെങ്കിലും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് ഇതിൽ സാംസങ്
സാംസങ്ങിൻ്റെതായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആയിട്ടും ഗൂഗിൾ ജെമിനി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഗൂഗിളിലെ മാപ്സും യൂട്യൂബ് ഒക്കെ ആയിട്ട് മാത്രമല്ല, അതേ സാംസങ് നോട്ട്സ്, കാലണ്ടർ, ക്ലോക്ക്, റിമൈൻഡർ ഇതൊക്കെ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കമാൻഡ് നമ്മൾ പറയുവാണെങ്കിൽ, ഉദാഹരണത്തിന് ഫൈൻഡ് മീ എ റെസ്റ്റോറന്റ് വിത്ത് ആൻ ഔട്ട്ഡോർ സീറ്റിംഗ് ആൻഡ് ആഡ് ദാറ്റ് ടു മൈ കാലണ്ടർ ഹാസ് ആൻ അപ്പോയിന്റ്മെന്റ് ഫോർ മൈ ടുമോറോസ് ടീം ഡിന്നർ എന്ന് ഞാൻ പറയുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മാപ്പിൽ പോയിട്ട് ആ ഒരു സംഭവം വെച്ച് എവിടെയാണ് ആ റെസ്റ്റോറന്റ് എന്ന് സെർച്ച് ചെയ്ത് അത് നമ്മുടെ കാലണ്ടറിലേക്ക് ടീം ഡിന്നർ എന്നുള്ള രീതിയിൽ ഇവന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് തരും. ആൻഡ് വേറൊരു അടിപൊളി സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ സെറ്റിംഗ്സിനകത്തൊക്കെ ഉണ്ടല്ലോ ചിലപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ, പക്ഷേ ഈ സെറ്റിങ്ങിന്റെ പേര് എന്തായിരുന്നു ഇത്? ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സപ്പോസ് എനിക്ക് കണ്ണ് വേദന എടുക്കുന്നു, ഐ സ്ട്രെയിൻ ഉണ്ട് എന്ന് ടൈപ്പ് ചെയ്ത ഐ കംഫർട്ട് മോഡ്, എന്നിട്ട് ഫിസിക്കൽ സിം ഇല്ല എന്ന് പറഞ്ഞാൽ ഈ സിം എങ്ങനെ സെറ്റ് ചെയ്യും, ഞാൻ പുതിയ ഹെഡ്സെറ്റ് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് പെയർ ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ഓപ്ഷൻസ് എന്നൊക്കെ കാണിക്കുന്ന ഒരു നാച്ചുറൽ ലാംഗ്വേജ് മോഡലിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആൻഡ് അതേപോലെ ഏതൊരു പേജിലും നിങ്ങൾക്ക് സൈഡിൽ നിന്നും AI സെലക്ട് എന്ന് പറയുന്ന സാധനം ഓപ്പൺ ചെയ്യാം. ടെക്സ്റ്റ് ആണെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് ടെക്സ്റ്റുമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന റൈറ്റിംഗ് ടൂൾസ്, സമ്മറൈസ് ചെയ്യുക, അത് ബുള്ളറ്റ് പോയിന്റ്സ് ആക്കുക, ടേബിൾ ആക്കുക, സ്റ്റൈൽ മാറ്റുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളും. ഇപ്പോൾ ഫോട്ടോസ് ഒക്കെ ആണെങ്കിൽ ആ ഒരു ഇമേജ് നമുക്ക് ക്രോപ്പ് ചെയ്യാം, അതിനെ AI വെച്ചിട്ട് എഡിറ്റ് ചെയ്യാം, ജനറേറ്റ് ചെയ്യാം. വീഡിയോസ് ആണെങ്കിൽ അതിൽ നിന്ന് ജിഫ് ഒക്കെ ഉണ്ടാക്കാം. ഇത്തരത്തിൽ ഏതൊരു സ്ക്രീനിൽ നിന്ന് നമ്മൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന കുറച്ച് AI ടൂൾസും ഉണ്ട്. വെൽ, ഇതിൽ പല AI ഫീച്ചേഴ്സിന് നിങ്ങൾക്ക് ക്ലൗഡ് വേണം, പല AI ഫീച്ചേഴ്സും ഓൺ ഡിവൈസ് തന്നെ റൺ ചെയ്യും. നിങ്ങൾക്ക് തന്നെ ഗാലക്സി എയുടെ സെറ്റിംഗ്സിൽ പോയിട്ട് ഓൺ ഡിവൈസ് മാത്രം മതിയോ എന്നുള്ള ടോഗിൾ ഓൺ ആക്കി വേണമെങ്കിൽ ഇടാം. ബട്ട് അഗൈൻ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് നെസസറി. കാരണം നിങ്ങൾ ഈ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ക്ലൗഡിലേക്ക് പോകുന്നുണ്ടല്ലോ, അപ്പോൾ എൻ്റെ ഡേറ്റ ഒക്കെ പോകും എന്നുള്ള പേടി ഉള്ളവരാണ് ഇത് ഓഫ് ചെയ്തിടുന്നത്. എന്തായാലും ഇപ്രാവശ്യം ആ ഒരു ഇവന്റിൽ പോലും അവർ പ്രൈവസിനെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് നേരം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ സർവീസ് എന്നൊക്കെ ഡിലീറ്റ് ചെയ്യുമെന്നും അതിൻ്റെ മുകളിൽ സാംസങ്ങിൻ്റെ നോക്സിൻ്റെ സെക്യൂരിറ്റിയും കൂടെ വരുന്നുണ്ട്. സോ ടോട്ടലി സേഫ് ആണ് ഈവൻ ഇഫ് ഇറ്റ് ഗോസ് ടു ക്ലൗഡ്. കാരണം ഇതിനകത്ത് ഓൾറെഡി ഉള്ള സർക്കിൾ ടു സെർച്ച് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓവറോൾ കഴിഞ്ഞ കൊല്ലത്തിൽ നമ്മൾ കണ്ട AI ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇതിനകത്തുണ്ട്. പ്ലസ് അഡീഷണലി കുറച്ച് AI ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 7 കൊല്ലത്തെ OS അപ്ഡേറ്റ്സ്, സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കിട്ടുന്നുണ്ട്. ആൻഡ് കണക്ടിവിറ്റി വൈസ് 17 5G ബാൻഡ്സ്, Wi-Fi 7, NFC പോലെയുള്ള സകല സാധനങ്ങളും ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ വേണ്ട എല്ലാം ഇതിനകത്തുണ്ട്. ആൻഡ് ഫൈനലി ക്യാമറയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഹാർഡ്വെയറിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി 50 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ക്യാമറ ആക്കി മാറ്റിയിട്ടുണ്ട്. സോ ഹൗ ഡസ് ദാറ്റ് ആക്ച്വലി മാറ്റർ എന്ന് ചോദിച്ചാൽ, നേരത്തെ ഉണ്ടായിരുന്ന ബാക്കി ക്യാമറാസ് 200 മെഗാ പിക്സലിലെ പ്രൈമറി ക്യാമറ, 10 മെഗാ പിക്സലിലെ ഒരു 3x ടെലിഫോട്ടോ ക്യാമറ, 50 മെഗാ പിക്സലിലെ ഒരു 5x പെരിസ്കോപ്പ് ക്യാമറ, ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതിൽ നിന്നും എടുക്കുന്ന ഫോട്ടോസിന്റെ ഔട്ട്പുട്ട് ദാറ്റ് ഹാസ് ആക്ച്വലി ചേഞ്ച്. ഔട്ട്പുട്ട് ചേഞ്ച് ആയോ, ക്യാമറ ഹാർഡ്വെയർ ചേഞ്ച് ആയോ എന്നല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഫൈനലി ക്യാമറ UI നമ്മൾക്ക് ഒരു ഹാൻഡ് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും, ഒറ്റ ഫിംഗർ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നേരത്തെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ക്യാമറ UI എടുക്കുമ്പോൾ മുകളിൽ കുറച്ച് കൺട്രോൾസ് ഉണ്ടാവും, താഴെ കുറച്ച് കൺട്രോൾസ് ഉണ്ടാവും. സോ തം ഫിംഗർ വെച്ച് നമുക്ക് കുറച്ച് ജിംനാസ്റ്റിക്സ് കാണിക്കേണ്ടി വരുമായിരുന്നു കാര്യങ്ങളൊക്കെ ടോൾ ചെയ്യാൻ. ബട്ട് ദിസ് ടൈം എല്ലാം അവർ സ്ട്രീം ചെയ്ത് ക്യാമറ UI വീണ്ടും റീഡിസൈൻ ചെയ്ത് എല്ലാം താഴെ തന്നെ ആക്കിയിട്ടുണ്ട്. ഒറ്റ വിരൽ കൊണ്ട് നിങ്ങൾക്ക് ടോഗിൾ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് 50 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ ആക്കിയോണ്ട് തന്നെ നിങ്ങൾക്ക് 8K 30fps വീഡിയോസ് ഇപ്പോൾ പ്രൈമറി ക്യാമറയിൽ മാത്രമല്ല അൾട്രാ വൈഡ് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് 4K 60fps വീഡിയോസ് നോർമലി നമ്മൾ ഷൂട്ട് ചെയ്യുന്ന പോലെ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് ഐ ഫീൽ കുറച്ചുകൂടി ഇംപ്രൂവ്മെന്റ് അവർ ഔട്ട്പുട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഗ്രെയിൻസ് തീരെ കുറവാണ് ആൻഡ് ഫോക്കസും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ക്വിക്ക് ആണ്. ആൻഡ് നാച്ചുറലി കിട്ടുന്ന ബൊക്കെ കുറച്ചുകൂടെ രസമുണ്ട്. ഈവൻ നിങ്ങൾക്ക് ഇപ്പോൾ HDR വീഡിയോസ് ഷൂട്ട് ചെയ്യാനുള്ള ടോഗിളും വന്നിട്ടുണ്ട്. ഇനി പ്രോ മോഡൽ വീഡിയോസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലോഗിൽ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും കൊണ്ടുവന്നിട്ടുണ്ട്. സോ കളർ ഗ്രേഡ് ചെയ്യുന്നവർക്കൊക്കെ ഒരു ഹാപ്പി ന്യൂസ് ആണ്. ആൻഡ് ഓവറോൾ ദർ ഇസ് നത്തിങ് മച്ച് ടു സേ അബൌട്ട് ദ ക്യാമറ ആൻഡ് വീഡിയോ പെർഫോമൻസ്. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി നൈസ്. ഈവൻ നൈറ്റ് ടൈമിൽ പോലും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കുറച്ചുകൂടി കൂടുതൽ ലോവർ ഗ്രെയിൻസ് നമുക്ക് കുറവാണ്, നോയ്സ് കുറവാണ്. അവർ ഈ ബാക്ക്ഗ്രൗണ്ട് മൂവിംഗ് സബ്ജക്റ്റ് ഒക്കെ വെച്ച് അനലൈസ് ചെയ്താണ് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നു. ഇനി ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിൽ ഐ ഡോണ്ട് വാണ്ട് ടു സേ എനിത്തിങ്, ലെറ്റ് ദ ഫോട്ടോ സ്പീക്ക്. ഞാൻ സാമ്പിൾസ് എല്ലാം കാണിച്ചു തരാം, അതിൽ നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാം. ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്ത് ഇത്തവണ നാച്ചുറൽ ബ്ലർ കുറച്ചുകൂടി രസമുണ്ടെന്ന് മാത്രമല്ല ഫോട്ടോസ് ഓവർ പഞ്ചി അല്ല, ഒരു ന്യൂട്രൽ ടോൺ ആണ് പിടിച്ചേക്കുന്നത്. കുറച്ചുകൂടി റിയൽ ലൈഫ് ആയിട്ടുള്ള ഒരു കളേഴ്സ് കൊണ്ടുവരാൻ. ഈവൻ ഹാർഷ് ആയിട്ടുള്ള ലൈറ്റ് ബാക്കിൽ നിന്ന് വരുമ്പോൾ ഫ്രണ്ടിലുള്ള 12 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ അതിലെടുക്കുമ്പോൾ പോലും ബാക്കിൽ ഹാർഡായിട്ട് സൺലൈറ്റ് ഉണ്ടെങ്കിലും എൻ്റെ ഫേസ് പക്കയാണ്. ഇനി പോർട്രേറ്റ്സിന്റെ കാര്യം നോക്കുവാണെങ്കിൽ 3x എടുക്കുന്ന പോർട്രേറ്റ്സും 5x എടുക്കുന്ന പോർട്രേറ്റ്സും നല്ലതാണ്. ഐ വുഡ് പ്രിഫർ 5x ഫോട്ടോസ് ബിക്കോസ് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അത് കാണുന്നുണ്ട്. ഓവറോൾ എഡ്ജ് ഡിറ്റക്ഷൻ ആയിക്കോട്ടെ, ബ്ലർ ആയിക്കോട്ടെ, ഈ കാര്യങ്ങളെല്ലാം പക്കയാക്കിയിട്ടുണ്ട്. ഈവൻ 3x നിന്ന് 5xലേക്ക് ഇടയ്ക്ക്, അതായത് 3.1, 3.2x, 4x എന്ന ഡിജിറ്റലിയും നിങ്ങൾക്ക് സൂം ചെയ്ത് പോർട്രേറ്റ്സ് ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും. പല സ്മാർട്ട് ഫോണുകളിലും അത് പറ്റാറില്ല, ഇതർ 3x അല്ലെങ്കിൽ 5x ആണ്. സോ ഇത് സോഫ്റ്റ്വെയറിൽ ഇംപ്രൂവ്മെന്റ് വരുത്തിയിട്ടുണ്ട്. ആൻഡ് ഈവൻ സൂം ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾക്ക് 5x ആണ് ഒപ്റ്റിക്കലി കിട്ടുന്നതെങ്കിലും നമ്മൾ 10xൽ സൂം ചെയ്യുന്ന സമയത്തും ഒരു ഒപ്റ്റിക്കൽ ക്വാളിറ്റി ഫോട്ടോ വരുന്നുണ്ടെന്ന് മാത്രമല്ല 100x സൂം ചെയ്യുമ്പോൾ പോലും AI ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് പോകുന്നതായിട്ട് തോന്നുന്നില്ല. ഡീറ്റെയിൽസ് ആർ ദെയർ റിട്ടൈൻ. ഇനി അതേപോലെ വൈഡ് ആംഗിൾ ക്യാമറയിലും പ്രൈമറി ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസിൽ കളർ ഷിഫ്റ്റ് തീരെയില്ല. സോ പ്രൈമറി ക്യാമറയിൽ നിങ്ങളൊരു ഫോട്ടോ എടുക്കുമ്പോൾ ഏത് കോൺഫിഡൻസിലാണോ എടുക്കുന്നത് അതേ കോൺഫിഡൻസിൽ ഇപ്പോൾ വൈഡ് ആംഗിളിൽ ഫോട്ടോ എടുക്കാൻ പറ്റും എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഈവൻ പ്രൈമറിയിൽ നിന്ന് വൈഡ് ആംഗിളിലേക്ക് സ്വിച്ച് ചെയ്യുന്ന ആ ഒരു കാര്യം കുറച്ചുകൂടി സ്മൂത്ത് ആക്കാൻ നോക്കിയിട്ടുണ്ട്. ഇനി വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു ഇംപ്രൂവ്മെന്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ പുറത്തൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് ഉണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ ആ നോയ്സുകളെല്ലാം അനലൈസ് ചെയ്ത് ഇൻഡിവിജ്വലി നമ്മൾക്ക് ഓരോരോ നോയ്സുകൾ മാറ്റാൻ പറ്റുമെന്നാണ്. അത് പ്രാക്ടിക്കലി എങ്ങനെയുണ്ട് എന്നുള്ളത് ഈ ഒരു സാമ്പിൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ട്രാഫിക്കിന്റെ ഒരു നോയ്സ് ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇവിടെ AC ഓൺ ആണ്. സോ ഏകദേശം ഇങ്ങനെയാണ് കേൾക്കുന്നത്. ഇനി ആ ഒരു വോയിസ് എല്ലാം അനലൈസ് ചെയ്ത് റിമൂവ് ചെയ്ത ശേഷം എങ്ങനെയുണ്ട് എന്ന് കൂടി കേട്ട് നോക്കാം. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ട്രാഫിക്കിന്റെ ഒരു നോയ്സ് ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇവിടെ AC ഓൺ ആണ്. സോ ഏകദേശം ഇങ്ങനെയാണ് കേൾക്കുന്നത്. ഇനി ആ ഒരു വോയിസ് എല്ലാം അനലൈസ് ചെയ്ത് റിമൂവ് ചെയ്ത ശേഷം എങ്ങനെയുണ്ട് എന്ന് കൂടി കേട്ട് നോക്കാം. സോ ഇതൊക്കെയാണ് S25 അൾട്രയിൽ വന്നിരിക്കുന്ന മേജർ ആയിട്ടുള്ള ചേഞ്ചസ്, മേജർ ആയിട്ടുള്ള റിഫൈൻമെന്റ്സ്. ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുവാണ്, ബ്രോ ഞാൻ S24 അൾട്ര എടുക്കണോ S25 അൾട്ര എടുക്കണോ എന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ സപ്പോസ് S24 അൾട്ര എന്ന് പറയുന്ന ഒരു ബീറ്റ പ്രോഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു ഫൈനൽ അല്ലെങ്കിൽ സ്റ്റേബിൾ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് S25 അൾട്രനെ കാണാം. കാരണം അതിലുണ്ടായിരുന്ന പല പോരായ്മകളും, അതിപ്പോൾ സോഫ്റ്റ്വെയർ സൈഡ് ആയിക്കോട്ടെ, എർഗണോമിക്കൽ സൈഡ് ആയിക്കോട്ടെ, ഫോട്ടോസ് ഒക്കെ എടുത്തു കഴിഞ്ഞ് പ്രോസസ് ചെയ്ത് വരുന്ന ഔട്ട്പുട്ട് സൈഡ് ആയിക്കോട്ടെ, പെർഫോമൻസിന്റെ കാര്യത്തിലായിക്കോട്ടെ, ഹീറ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിലായിക്കോട്ടെ, ഫോം ഫാക്ടറിലായിക്കോട്ടെ, ഇതിലെല്ലാം തന്നെ ബെസ്റ്റ് സാധനങ്ങൾ മാത്രം എടുത്തിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസ് ആയിട്ടാണ് എനിക്ക് S25 അൾട്ര തോന്നുന്നത്. ആൻഡ് വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ 256 GB ആണ് സ്റ്റാർട്ടിങ്. 256 GB പ്രൈസിന് നിങ്ങൾക്ക് 512 GB കിട്ടുന്ന ഓഫറൊക്കെ സാംസങ്ങിന്റെ സൈറ്റിലൊക്കെ പോകുന്നുണ്ട്. എന്തായാലും ഒരു പേഴ്സണലൈസ് ചെയ്തതിലുള്ളതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ നമ്മൾ കുറച്ച് നാൾ ഉപയോഗിച്ച ശേഷമായിരിക്കും അതിനെപ്പറ്റി കൂടുതൽ കമന്റ് ചെയ്യാൻ വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ആൻഡ് വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന ബെൽ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.